the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വിളിച്ചപേക്ഷിക്കുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി സഭ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ സ്വർഗം താണിറങ്ങി വന്ന് ദൈവമക്കളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ സമയം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നന്നായിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. വലിയ അത്ഭുതങ്ങൾ കർത്താവ് ഈ സമയം വർഷിക്കും. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഓ ഹോളി സ്പിരിറ്റ്, ഓ പരിശുദ്ധാത്മാവേ, വിശ്വാസികളുടെ കൂട്ടായ്മയിലേക്ക് വരണമേ. അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ മോചനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങൾ മലയാളങ്ങൾ വീണ്ടും നൽകണമേ. ആദിയിലെ മോചനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങൾ മലയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. ഉണവിൻ കൊണ്ട് കാറ്റേ, കൈകൾ ഉയർത്തി കൈയടിച്ച് ഉണവിൻ കൊണ്ട് കാറ്റേ നീ വീശണമേ വീണ്ടും. ഓ പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിലേക്ക് നിറയണമേ. സൗഖ്യം നൽകണമേ, ശക്തി നൽകണമേ, ഉണർവ് നൽകണമേ, തീഷ്ണത നൽകണമേ. സർവ മക്കളെയും ഇപ്പോൾ ദൈവരാജ്യ അഭിഷേകത്തിന് വേണ്ടി ഉണർത്തണമേ പരിശുദ്ധാത്മാവേ. കൈകളിച്ച് പരിശുദ്ധാത്മാവേ, മാറാത്തീരാ വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. ഹീലിംഗ് മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. കൈകൾ എന്നിൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ. കൈകൾ ഉയർത്തി കൈയടിച്ച് കൈകൾ എന്നിൽ നീട്ടണമേ. ഉണവിൻ കൊണ്ട് കാറ്റേ നീ വീശണമേ വീണ്ടും. ഉണവിൻ കൊണ്ട് കാറ്റേ നീ വീശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. പരിശുദ്ധാത്മാവേ, കൈകൾ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിൻ അഭിഷേകം നിറയ്ക്കണമേ, ഉണർവ് നൽകണമേ, മക്കളെ സ്പർശിക്കണമേ. സർവ്വ കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, സമൂഹങ്ങളിലേക്ക് വരണമേ. സമർപ്പിതരെ അനുഗ്രഹിക്കണമേ, വൈദികരുടെ മേൽ നിറയണമേ, ഭൂഖണ്ഡങ്ങളെ അനുഗ്രഹിക്കണമേ, ജനപദങ്ങളുടെ മേൽ നിറയണമേ. അങ്ങേ അറിയാത്ത സർവ്വ മക്കളും അങ്ങേ അറിയാൻ ഇടവരുത്തണമേ. ആന്തരിക നേത്രങ്ങൾ തുറക്കണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ കർത്താവേ. ഈ നിമിഷങ്ങളിൽ അത്ഭുതങ്ങൾ പിതാവേ പുത്രന്റെ നാമത്തിൽ വർഷിക്കണമേ. ആത്മാവിനെ വർഷിക്കണമേ. അഗ്നി അയക്കണമേ. കൃപ നിറയട്ടെ, വരദാനങ്ങൾ നിറയട്ടെ, ഉണർവ് നിറയട്ടെ, തീഷ്ണത നിറയട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. എല്ലാ തിന്മകളും കത്തിച്ചാണ്ടാകട്ടെ. വലിയ അത്ഭുതങ്ങൾ ഈ സമയത്ത് കർത്താവേ കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ. വിദ്യാർത്ഥിനി ഉണരട്ടെ. ഓ ബന്ധനങ്ങൾ തകരട്ടെ. പൈശാചിക പിടകൾ, ദുഷ്ടാത്മ ബാധകൾ, അന്ധകാര ശക്തികൾ ഇപ്പോൾ കൂട്ടത്തോടെ അലറിക്കൊണ്ട് ഓടി മറിയട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവേ, ദൈവത്തിൻ്റെ സഭയെ അറിയാൻ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവേ, സർവവിധ വരദാനങ്ങളാലും നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ അറിയുന്നൊരു ദൈവ പൈതലാകാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് പ്രാപ്തരാക്കണമേ.
ബലഹീനതകളിൽ സഹായിക്കണമേ. തകർച്ചകളിൽ നിന്ന് ഉയർപ്പിക്കണമേ. അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ. തളർന്നിരിക്കുന്ന ഹൃദയങ്ങളെ ബലപ്പെടുത്തണമേ. കുട്ടികളെ സ്നേഹം കൊണ്ട് പൊതിയണമേ. രോഗികളെ സൗഖ്യം കൊണ്ട് സന്തോഷിപ്പിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്ലീസ് ബി സീറ്റഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദൈവത്തിൻ്റെ വലിയ കരുണയാൽ കർത്താവിൻ്റെ നാമത്തിൽ വീണ്ടും കണ്ടുമുട്ടാൻ അവൻ നമുക്ക് കൃപ നൽകിയിരിക്കുകയാണ്. ഇന്ന് എന്ത് കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? കർത്താവെ വെളിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന ഒരു അത്ഭുതകരമായൊരു ദൂതാണ് ദൈവത്തിൻ്റെ സഭ, ക്രിസ്തുവിൻ്റെ സഭ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച്, ഒരു വ്യക്തി കർത്താവിൻ്റെ സഭയിലേക്ക് വരുന്നത് കൊണ്ട്, ഒരു വ്യക്തി കർത്താവിൻ്റെ സഭയോട് ചേർന്ന് നടക്കുന്നത് കൊണ്ട്, ഒരു വ്യക്തി കർത്താവിൻ്റെ സഭയിൽ കർത്താവിനെ ആരാധിക്കുന്നത് കൊണ്ട് ആ വ്യക്തിയിൽ എന്ത് വ്യത്യാസമാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നത്? ദൈവത്തിൻ്റെ വചനം എഫേസോസ് ലേഖനത്തിൽ 3-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ ഒരു പ്രബോധനം കാണുന്നുണ്ട്. ആ പ്രബോധനം ഇങ്ങനെയാണ് വായിക്കുന്നത്: നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ളവനായ കർത്താവ്, ആ കർത്താവ് മുഴുവനായും സ്ഥിതി ചെയ്യുന്ന ഇടമാണ് കർത്താവിൻ്റെ സഭ, ക്രിസ്തുവിൻ്റെ സഭ. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. ഒരു ദിവസം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു കുടുംബം വന്ന ഒരു അനുഭവം പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ വളരെ വലിയ തകർച്ചയും വേദനയുമാണ്. ആ സമയത്ത് കട്ടപ്പന കൺവെൻഷൻ നടക്കുമ്പം ഈ ചേട്ടൻ ഒരുപാട് കടബാധ്യത, ഒരുപാട് ബാധ്യതകൾ, തഴക്കദോഷങ്ങൾ, പാപം, മദ്യപാനം, പുകവലി, ആ ഭാരത്തോടു കൂടെ വന്നപ്പം വെറുതെ എങ്ങനെ ഒന്ന് കൈകൾ കൊണ്ടൊന്ന് ചേർത്ത് പിടിച്ച്, ഒന്ന് അനുഗ്രഹിച്ച്, ഒരു ആശീർവദിച്ച്, ഒന്ന് കുരിശ് വരച്ച്, മഹാത്ഭുതങ്ങൾ ആ വ്യക്തിയിലേക്ക് കർത്താവ് സഭയിലൂടെ വർഷിച്ച്. എൻ്റെ പേര് ജിജി വർഗീസ്. ഞാൻ കട്ടപ്പന സെൻറ്റ് ജോർജ് ഇടവന്ന് വരുന്നു. ഞാൻ 2008 വരെ അതിഭയങ്കരമായ രീതിയിൽ മദ്യപിക്കും. എനിക്ക് 3-4 തടിമില്ലാണുള്ളത്. അതിഭയങ്കരമായിട്ട് മദ്യപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ ഞാൻ ചെല്ലുന്ന ഏത് ബാറിൽ ചെല്ലുന്നോ ആ ബാറിൽ തുറന്ന് എനിക്ക് നിൽക്കും. തുറന്ന് ഈ ചേട്ടൻ വരുമെന്ന് നേരത്തെ കൂട്ടി തുറന്ന്, ഒരാൾ വരുമെന്ന് പറഞ്ഞ് നേരത്തെ കൂട്ടി തുറന്ന് അവർ കാത്തിരിക്കും. കാരണം കൊടുത്തില്ലെങ്കിൽ ആൾ ഔട്ടാവും. അത് വണ്ടിയിലുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകും. അതുപോലെ ഭയങ്കരമായിട്ട് മദ്യപിക്കുക എന്ന് പറഞ്ഞ അളവ് നോക്കി ഒരിക്കലും മദ്യപിച്ചിട്ടില്ല. അതുപോലെ 2008 അങ്ങനെ പോയി എൻ്റെ ജീവിത പങ്കാളി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു ദിവസം ഇതുപോലെ എന്നോട് പറഞ്ഞു, എങ്ങനെ പോയി എങ്ങനെ ശരിയാകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊന്ന് നോക്കിയതുള്ളൂ, പിന്നെ ഒന്നും എന്നെ സംസാരിച്ചിട്ടില്ല. അതായത് ജീവിത പങ്കാളിയോട് ചോദിച്ചത്, അല്ല ജീവിത പങ്കാളി ചോദിച്ചു, ചേട്ടാ ഇങ്ങനെയൊക്കെ പോയാൽ എങ്ങനെ നമ്മൾ ഒന്നും വേണ്ട, ഒറ്റ നോട്ടം, പിന്നെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് 2008 പോയി ഞങ്ങൾ ധ്യാനത്തിന് കൂടി. അത് കഴിഞ്ഞ് കള്ളുകൂടി അങ്ങനെ നിർത്തി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ആയില്ല. ഈ തടിമില്ലുമായിട്ട് ബന്ധപ്പെട്ട് പലയിടത്തും ഇങ്ങനെ പോയിരുന്നു. അങ്ങനെ 2010 എൻ്റെ മില്ലുകൾ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് അടയ്ക്കാൻ തുടങ്ങി. കേസും കാര്യങ്ങളും ആയി 2008. അത് കഴിഞ്ഞ് 2013 സേവ്യർഗാനച്ചൻ കട്ടപ്പന ധ്യാനം നടത്താൻ വരുന്നത്. കട്ടപ്പന അഭിഷേകാഗ്നി. അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അച്ഛനെ റൂമിൽ നിന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഇടവപ്പള്ളിയിലെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഏറ്റവും വലിയൊരു ചുമതല. അന്ന് അച്ഛനെ വാഹനത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ ഞാൻ സിഗരറ്റ് വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കണ്ടാൽ പേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇളയിൽ എപ്പോഴും സിഗരറ്റ്, ഒരു 10 പാക്കറ്റ് 100 സിഗരറ്റിൽ കുറയാതെ ഞാൻ വലിക്കുമായിരുന്നു. 100 സിഗരറ്റ് കുറയാ എന്ന് പറയുക 10 പാക്കറ്റാണ് ഏറ്റവും എൻ്റെ കണക്ക്. ഞാൻ എപ്പോൾ ഇറങ്ങിയിട്ട് എഴുന്നേറ്റാലും സിഗരറ്റ് വലിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ 2
വിരലിൻ്റെ ഇടയ്ക്ക് തഴമ്പ് ഉണ്ടാകുമായിരുന്നു. ഈ സിഗരറ്റ് പിടിച്ച് തൂമ്പ പിടിച്ചുള്ള താഴമ്പുകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ സിഗരറ്റ് പിടിച്ച് താഴമ്പ് പിടിച്ച ഒരു ദിവസം 100 സിഗരറ്റ് വലിക്കുക. അച്ഛനെ കൊണ്ടുവരിക എന്നുള്ള അങ്ങനത്തെ ഒരാളെ തന്നെ അച്ഛനെ കൊണ്ടുവരാൻ വേണ്ടി ഞാനൊരു AC റൂമിലോട്ട് ചെന്നാൽ അവരാദ്യം മൂക്ക് പൊത്തി പിടിക്കും. അതുപോലെ സ്മെല്ലുണ്ടെന്ന് പറഞ്ഞാൽ വലിക്കേണ്ട ആള് വന്നാൽ മതി, അതുപോലെ സ്മെല്ലായിരുന്നു. അപ്പോൾ അച്ഛനെ കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ആകെ ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ വേരത്തിനോട് പറഞ്ഞു, അച്ഛാ ജിസ്നച്ചാ ഞാൻ തന്നെ പോകണോ അച്ഛനെ കൊണ്ടുവരാൻ? അന്നേരം പുള്ളി പറഞ്ഞു ജിജി തന്നെ പോകണം, ജിജി തന്നെ പോലെ ശരിയാകത്തില്ല. ഇപ്പോൾ ഞാനിങ്ങനെ വിഷമം ജഗനയിൽ വേണ്ടിയില്ല, ഒരാഴ്ച മുമ്പ് ഞാൻ പള്ളിക്കകത്ത് കയറുന്നത് പ്രാർത്ഥിച്ചു, അതെ ഈ ധ്യാനത്തോടു കൂടി എൻ്റെ സിഗരറ്റ് വലിയൊന്ന് നിന്ന് പോകണത്. ആദ്യ ദിവസം തന്നെ അച്ഛൻ എൻ്റെ തല കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഇതുവരായിട്ടും വലിച്ചിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല. കർത്താവേ, അന്ന് തൊട്ട് ഇന്ന് വരെ ഇല്ല. AC-ക്കകത്ത് ഞാൻ പോലീസ് സ്റ്റേഷൻ ചെന്നാൽ വലിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മാറി നിന്ന് വലിക്കുക, അവരെന്നോടൊന്നും പറയാറില്ല. അപ്പോൾ അതുപോലെ ഫോറസ്റ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്നാൽ അവർ AC റൂമാണ് മൊത്തം. അത് ഞാൻ വലിക്കും എന്നുള്ള അറിയുന്നത് അവരുമായിട്ട് ഇത്രയും വർഷത്തെ ബന്ധമുള്ള കാരണം വലിക്കുന്നവർ മാറി നിന്ന് വലിച്ചാലും എല്ലാവർക്കും നല്ല വിവരമുണ്ട്. ഈ ആൾ വന്ന വലിച്ചോളും, അത് വലിക്കും, അതുകൊണ്ട് ആരും തടയാറില്ല. വണ്ടിക്കകത്ത് AC വണ്ടിക്കകത്തിരുന്ന പോലെ ഇന്ന് അത്ര ആൾക്കാർ കൂടി ഇരുന്നാലും വലിക്കുമായിരുന്നു. AC വണ്ടിയുടെ ഉള്ളിൽ ഇരുന്ന് വലിക്കുക, അതുപോലെ വലിക്കുമായിരുന്നു. കാരണം വല്ലാതെ പറ്റില്ല. ഒരു 100 തീർക്കാൻ ഒരു ദിവസം 100 കവർ ചെയ്യണമെങ്കിൽ പിന്നെ ഈ പുകവലിയൊക്കെ നിന്നതിന് ശേഷം നല്ല സമാധാനവും സന്തോഷവും ഒരു കുഴപ്പമില്ല. എൻ്റെ ജീവിതങ്ങളെ കൊടുത്തിട്ടുണ്ട്, ജീവിതങ്ങളി വന്നിട്ടുണ്ടല്ലേ. വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛനോട് മെമ്പറല്ലേ ഇത് കണ്ട എൻ്റെ കൂട്ടത്തിലെ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർക്ക് അവർക്കറിയാം ഞാൻ വലിക്കാൻ കുടിക്കാൻ. അറിയാവുന്നവരും ഈ തഴമ്പൊക്കെ പരിചയമുള്ളവരും ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ദൈവമേ, ഇത് എന്തൊരു സംഭവം ഇത്! ഞാൻ അന്നേക്ക് പിന്നെ തൊട്ട് ഇന്ന് വരെ, അതിനു മുമ്പ് ഏതാണ്ട് എത്ര വർഷമൊക്കെ മദ്യപിച്ചിട്ടുണ്ട്? അത് മദ്യപിച്ചെന്ന് പറഞ്ഞാൽ എന്നെ വളരെ കാലം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് എനിക്ക് സാമ്പത്തികം ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ മുതലേ ബന്ധങ്ങളായി മദ്യപിക്കുകയും ചെയ്യാൻ. ഇങ്ങനെ സമയം നോക്കാറില്ല, കള്ളം കുടിക്കാൻ, അതുപോലെ നോക്കാറില്ല, സമയം നോക്കാറില്ല, ധാരാളം അങ്ങോട്ട് കുടിച്ചു വിടും. ബിസിനസ് കുറച്ചൊക്കെ ഉയരാൻ തുടങ്ങി. പിന്നെ അതെ ഞാൻ പറഞ്ഞില്ല അച്ഛനോട് ഈ 2013 ഈ അച്ഛൻ്റെ ധ്യാനം കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കട്ടപ്പന ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇത് ഒരെണ്ണം അടഞ്ഞിടക്കാം, 50 മാസമായിട്ട് അടഞ്ഞിടക്കാം. ഞാനന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഇന്നലെ അടഞ്ഞിടക്കാം, എനിക്ക് 1 കോടി രൂപയ്ക്ക് മേൽ കടമുണ്ട്. അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, സാരമില്ല അത് സോൾവ് ആയിക്കോളും എന്ന് പറഞ്ഞു. എൻ്റെ കട എങ്ങനെയാണ് വീഡിയോ എന്നുള്ളത് ദൈവം നമ്പർ എന്ന് പറഞ്ഞാൽ 16 ലക്ഷം രൂപ വേണം. 1 കോടി രൂപയ്ക്ക് ജില്ലാ ബാങ്കിൽ ഓടിക്കാത്ത കടം തീർന്ന് 16 ലക്ഷം രൂപ വേണം. മാറി അടയ്ക്കണം അല്ലേ? അല്ല, ഇതിന്റെ പലിശ അടച്ചു പോകും. പലിശ അടയ്ക്കണം 16 ലക്ഷം വേണം. 1 കോടി രൂപയ്ക്ക് 16 ലക്ഷം രൂപ വേണം. പലിശ തന്നെ 14 ലക്ഷം അടച്ചോണ്ട് എങ്ങനെ അടഞ്ഞു പോകും നിന്ന് ദൈവം നമ്പരാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആരോടും അങ്ങനെ ഒന്നും പറയാറുമില്ല. എൻ്റെ ജീവിത പങ്കാളിക്ക് ഇപ്പോൾ ഈ മൈക്കിനകത്തൂടെ പറയുമ്പോഴായിരിക്കും എൻ്റെ ജീവിത പങ്കാളിക്ക് പോലും അറിയുന്നത് എൻ്റെ കടങ്ങളെ. അത് പറഞ്ഞാൽ ഇത്ര എന്നോട് ഈ ഒരു പ്രാവശ്യം ചോദിച്ചു 50,000 കാണുമോ, 1 ലക്ഷം കാണുമോ? ഞാൻ പറഞ്ഞു 50,000 കാണുമായിരിക്കുന്നേ. 1 കോടി കടങ്ങളൊക്കെ ഇപ്പോഴായിരിക്കും എൻ്റെ ജീവിത പങ്കാളി പോലും അറിയുന്നത് എനിക്ക് ഇത്രയും ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അതെല്ലാം കർത്താവ് അങ്ങോട്ട് വീട്ടി നോട്ടോ. പുകവലി മദ്യപാനം ആദ്യം എടുത്ത് മാറ്റി, പിന്നെ കടബാധ്യത അങ്ങോട്ട് മാറ്റി, അടഞ്ഞു കിടന്ന മില്ലൊക്കെ പിന്നെ തുറക്കാനൊക്കെ അല്ലേ ഒരു കുഴപ്പമില്ല, കാര്യം നല്ലതായിട്ട് പോകുന്നു. കർത്താവിൻ്റെ ബ്ലെസ്സിങ് ഈശോ കുടുംബത്തിലേക്ക് അങ്ങോട്ട് കൊടുത്ത് ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ടോ? നമ്മളെ ഓരോ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? അച്ഛനവിടെ ഇങ്ങനെ എൻ്റെ ചേട്ടാ പേടിക്കേണ്ടെന്ന് പറഞ്ഞിങ്ങനെ പിടിച്ചത് കർത്താവ് കണ്ടായിരുന്നോ? കർത്താവ് അത് കണ്ടു. കട ഒന്ന് സാരമില്ല, ഒക്കെ പേടിക്കോളൂ എന്ന് പറഞ്ഞത് കേട്ടോ? അതെല്ലാം കർത്താവ് ചെയ്തു. കർത്താവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എഫേസോസ് ലേഖനം 3-ാം അധ്യായം 20-ാം തിരുലിഖിതങ്ങൾ പറയുകയാണ്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന നമ്മുടെ കർത്താവിന് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ലീഹ യേശുക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്നത് സഭയിലൂടെയാണ്. സ്ലീഹ ഈ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനും പിതാവായ ദൈവത്തിനും ത്രിയേക ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം കുടികൊള്ളുന്ന ഒരിടമാണ് കർത്താവിൻ്റെ സഭ, യേശുക്രിസ്തുവിൻ്റെ സഭ, ദൈവത്തിൻ്റെ സഭ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ ഒരു വ്യക്തി എത്രയോ വർഷങ്ങളായി
മദ്യപാനത്തിന് ബന്ധിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. എത്രയോ വർഷങ്ങളായി പുകവലി, ദിവസം 100 സിസർ വലിക്കുക. മാറണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. കടബാധ്യത മാറണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. എന്നാൽ സ്വന്തം കഴിവ് കൊണ്ട് മാറ്റാൻ പറ്റാതെ വിഷമിക്കുമ്പം അദ്ദേഹം വന്ന് കർത്താവിൻ്റെ സഭയിൽ ശുശ്രൂഷ സ്വീകരിച്ച്, കർത്താവിൻ്റെ സഭയിൽ അദ്ദേഹം ഒരു ബ്ലെസ്സിങ് സ്വീകരിച്ച്. അച്ഛൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിലല്ല അച്ഛൻ ശുശ്രൂഷ ചെയ്തത്. യേശു ക്രിസ്തുവിൻ്റെ സഭയിൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, സഭയുടെ കൃപാവര കൂട്ടായ്മയിൽ ആ മകന് വേണ്ടി ശുശ്രൂഷ ചെയ്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഒരു കാര്യം വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇത് ഞാനും നിങ്ങളൊന്ന് തിരിച്ചറിയണം. സാത്താൻ ഇന്നത്തെ സമൂഹത്തെ വളരെ കൗശലപൂർവ്വം കബളിപ്പിക്കുന്നൊരു മേഖലയാണ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സഭയുമായുള്ള ബന്ധം, ദൈവത്തിൻ്റെ സഭയുമായുള്ള ബന്ധം, തിരുസഭയുമായുള്ള ബന്ധം അവൻ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. അവനത് ക്ഷയിപ്പിച്ച് കളയുന്നു. അങ്ങനെ അവൻ നമ്മളെ ദുർബലരാക്കി മാറ്റുന്നു. കാരണം എന്താ? ക്രിസ്തുവിൻ്റെ സഭയിലാണ് കൃപാവര സമൃദ്ധി നൽകപ്പെട്ടിരിക്കുന്നത്. ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൻ്റെ സഭയോട് ഐക്യത്തിൽ വരുമ്പോൾ ഈ കൃപാവര സമൃദ്ധിയിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതിനെക്കുറിച്ച് മതബോധന ഗ്രന്ഥത്തിൽ 797 ഖണ്ഡികയിൽ വിശുദ്ധ ഇറനേവൂസിൻ്റെ പ്രബോധനത്തെ അടിസ്ഥാനപ്പെടുത്തി തിരുസഭ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: സഭയിലാണ് ദൈവത്തിൻ്റെ കൃപ ദൈവമക്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതിലാണ് ക്രിസ്തുവുമായുള്ള സംസർഗം നിക്ഷിപ്തമായിരിക്കുന്നത്. അതായത് അനശ്വരതയുടെ അച്ചാരമായ പരിശുദ്ധാത്മാവ് നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണം, ദൈവത്തിലേക്കുള്ള നമ്മൾ ആരോഹണത്തിൻ്റെ കോവണിയാണത്. എന്തെന്നാൽ എവിടെ സഭയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. എവിടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ടോ അവിടെ സഭയും സർവകൃപാവരങ്ങളുമുണ്ട്. ഇത് അല്പം ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് വരുന്നതോടുകൂടെ നമ്മിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് കുടികൊള്ളുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ എല്ലാ കൃപാവരങ്ങളും നമ്മിൽ വന്ന് കുടികൊള്ളുന്നു. ഇതിനെക്കുറിച്ച് വിശുദ്ധ ഇറനേവൂസ് മറ്റൊരു ഭാഗത്ത് പ്രബോധനം നൽകുന്നത് ഇങ്ങനെയാണ്: There is a whole patristic and theological tradition concerning the relation between Holy Spirit and the Church, a relation sometimes analogous to the relationship between soul and body. പരിശുദ്ധാത്മാവും സഭയും തമ്മിലൊരു ബന്ധമുണ്ട്. ശരീരവും ജീവനും തമ്മിലുള്ള ബന്ധം പോലെയാണത്. എന്താ ശരീരവും ജീവനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രത്യേകത? ശരീരത്തിൽ എവിടെയാണ് ജീവൻ കുടികൊള്ളുന്നത്? ഹൃദയത്തിലാണോ? ശിരസിലാണോ? ലങ്സിലാണോ? രക്തത്തിലാണോ? ഇപ്പം രക്തത്തിലാണെന്ന് പറയുകയാണെങ്കിൽ ലങ്സോ കിഡ്നിയോ വർക്ക് നിർത്തി നിലച്ച് അതിൻ്റെ പ്രവർത്തനം നിലച്ചാൽ മനുഷ്യൻ മരിച്ചു പോകും. ഹൃദയത്തിലാണെന്ന് പറഞ്ഞാൽ മറ്റ് അവയവങ്ങൾ പ്രവർത്തനം നടത്തിയാൽ അത് മരിച്ചു പോകും. മനുഷ്യൻ്റെ ശരീരത്തിൽ ജീവൻ കുടികൊള്ളുന്നത് നെറുകം മുതൽ ഉള്ളങ്കാല് വരെ മനുഷ്യൻ്റെ ഓരോ കോശങ്ങളിലും ജീവൻ്റെ സാന്നിധ്യമുണ്ട്. ഇതുപോലെ ക്രിസ്തുവിൻ്റെ സഭയിൽ ഓരോ വിശ്വാസിയിലും ജീവൻ്റെ സാന്നിധ്യമുണ്ട്, ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. അവിടെ കൃപാവരങ്ങളുണ്ട്. എവിടെ വിശ്വാസിയുണ്ടോ അവിടെ സഭയുണ്ട്. എവിടെ ദൈവത്തിന് സഭയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. 797 ഖണ്ഡിക പഠിപ്പിക്കുകയാണ്: എവിടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ടോ അവിടെ സഭയും സർവ കൃപാവരങ്ങളുമുണ്ട്. ആ കൃപാവര സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ആ ചേട്ടനെ വെറുതെ ഇങ്ങനെ പിടിച്ചോളൂ, ഒന്ന് പറഞ്ഞോളൂ, അവിടെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമായി. ഇത് സഭയിൽ ഐക്യത്തിരിക്കുമ്പോൾ കർത്താവ് തരുന്ന വലിയൊരു ബ്ലെസ്സിങ് ആണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 6-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്: എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു.
നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റാതെയാവും. ഇത് പിശാചിന് അറിയാവുന്നത് കൊണ്ട് ദൈവമക്കളെ, കുട്ടികളെ, യുവതിവാക്കന്മാരെ, നമുക്ക് പിശാച് തരുന്ന വലിയൊരു പ്രലോഭനമാണ് ദൈവത്തിൻ്റെ സഭയിൽ നിന്ന് അകന്നു പോവുക, ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് പോകാൻ തോന്നാതിരിക്കുക, ഞായറാഴ്ച ദേവാലയത്തിലേക്ക് പോകുന്നത്, വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കുന്നത്, സഭയുടെ പ്രബോധനങ്ങൾ സ്വീകരിക്കുന്നത്, ഇതിൽ നിന്ന് നാം അകന്നു പോകണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നു. കാരണം ഇതിലൂടെയാണ് സർവ്വ കൃപാവരങ്ങൾ നമ്മിൽ നിറഞ്ഞ് നാം ബലിഷ്ഠരായി, നാം ശക്തരായി മാറുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഹെബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായം 25-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. ദേവാലയത്തിൽ ഞായറാഴ്ചയുള്ള കൂട്ടായ്മയിൽ നിന്ന് നാം അകന്നു പോകരുത്. ബലിപീഠവുമായുള്ള ബന്ധത്തിൽ നിന്നും അകന്നു പോകരുത്. പൗരോഹിത്യമായുള്ള കൂട്ടായ്മയിൽ നിന്നും അകന്നു പോകരുത്. വിശുദ്ധ കൂദാശകളുമായുള്ള കൂട്ടായ്മയിൽ നിന്നും അകന്നു പോകരുത്. അപ്പോസ്തലന്മാരുടെ പ്രബോധനമാകുന്ന കൂട്ടായ്മയിൽ നിന്നും അകന്നു പോകരുത്. ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കരുത്. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പിശാച് ഒരു വ്യക്തിയെ തോൽപ്പിക്കാനും ക്ഷയിപ്പിക്കാനും ആഗ്രഹിക്കുമ്പോൾ അവനെ കൗശലപൂർവ്വം തിരുസഭയിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകുന്നു. അവനെ കൗശലപൂർവ്വം തിരുസഭയ്ക്ക് എതിരായുള്ള ചിന്തകൾ കൊണ്ട് നിറയ്ക്കുന്നു. അവനെ കൗശലപൂർവ്വം ലോക കാര്യങ്ങൾ കൊണ്ട് വ്യഗ്രത ചിത്രനാക്കി മാറ്റുന്നു. അങ്ങനെ നാം അറിയാതെ നാം നമ്മുടേതായ കാര്യങ്ങൾക്ക്, ലോക കാര്യങ്ങൾക്ക് വേണ്ടി ഞായറാഴ്ച തോറും പരക്കം പാഞ്ഞ് ക്രിസ്തുവിൻ്റെ സഭയിൽ നിന്നും, ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നിന്നും അകന്നകന്ന് പോകുന്നു. കൃപാവര സമൃദ്ധി ഇല്ലാതാകുന്നു. പ്രാർത്ഥന അനുഭവം ഇല്ലാതാകുന്നു. വിശ്വാസം ക്ഷയിക്കുന്നു. കുടുംബവും കൂട്ടായ്മയും കുറയുന്നു. ദൈവത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അകന്നകന്ന് നാം ഒരു ലോകപ്രകാരമുള്ള മനുഷ്യനായി മാറുന്നു. വിശുദ്ധി നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാകുന്നു. കൂട്ടായ്മ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാകുന്നു. പിശാചിന് എളുപ്പത്തിൽ കൊടി നാട്ടാവുന്ന, പ്രതിരോധം ഇല്ലാതെ കിട്ടുന്നൊരു സാമ്രാജ്യമായി ഞാനും നിങ്ങൾ പിശാചിന് മുമ്പിൽ മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, എബ്രായ ലേഖനം 10:25 പഠിപ്പിക്കുകയാണ്, ചിലർ സാധാരണയായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്ത് വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മൾ ചെയ്യണം. സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. യുവതിവാക്കന്മാരെ, നമ്മുടെ ഈ പ്രായത്തിൽ ഇത് മനസ്സിലാവില്ല ഇതിൻ്റെ വില. കാരണം ആ പ്രായത്തിലൂടെ കടന്നു പോയവരാണ് ഞങ്ങൾ ഓരോരുത്തരും. നമ്മുടെ ഈ അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ തിക്കും തിരക്കും ഓടുന്ന പല ആളുകൾക്ക് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഇത് മനസ്സിലാവില്ല. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ദൈവിക ബലം. എന്നാൽ തലമുറകളുടെ, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള തലമുറകളുടെ ആ അനുഭവത്തിൽ നിന്ന് നമ്മുടെ അമ്മയായ തിരുസഭ മാതാവ് പഠിപ്പിക്കുകയാണ്, നാം സഭയുടെ കൂട്ടായ്മയാകുന്നു പോകരുത്. ഞാൻ കർത്താവിൻ്റെ സഭയുമാണ് കൂടുതൽ കൂടുതൽ ഐക്യത്തിലേക്ക് വരുന്തോറും ഞാൻ കാണുന്നൊരു കാര്യം, കൃപാവര സമൃദ്ധി കർത്താവ് ദാനമായി സഭയിലൂടെ അച്ഛൻ്റെ കരകളിലൂടെ വർഷിക്കുകയാണ്. ഒരു അനുഭവം ശ്രദ്ധിക്കുക. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുവാണ്. ആലപ്പുഴയിൽ നിന്നാണ് ഞാൻ എൻ്റെ മോൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടി, ഈ മോന് വേണ്ടിയാണ് ആലപ്പുഴയിൽ നിന്ന് വന്ന് സാക്ഷ്യം പറയാൻ. എൻ്റെ പേര് ഫ്രാൻസിസ് സേവ്യർ. ഫ്രാൻസിസ് സേവ്യർ. മോൻ്റെ പേര് ഇമ്മാനുവൽ ഫ്രാൻസിസ്. പക്ഷേ ഇവൻ ജനിച്ച മുതൽ ഇവൻ്റെ തലയിൽ ഈ മുടിയില്ലായിരുന്നു. ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത പോലെ ആയിരുന്നു. താരൻ വന്നിട്ട് മുടിയില്ലായിരുന്നു. മുടി ഇങ്ങനെ ഈരാൻ പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെ താരനായിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് പോലെ ഇരിക്കുകയായിരുന്നു. താരനായിട്ട് തല കോൺക്രീറ്റ് ചെയ്താൽ എങ്ങനെ പോലെ, അതുപോലെ കോൺക്രീറ്റ് ചെയ്ത തല കണ്ടിട്ടുണ്ടാവും, അതേപോലെ ആയിരുന്നു. അതുമാതിരിയായിരുന്നു ഇത്. അതായത് ചില കടയിൽ ചെന്ന് നോക്കിയാൽ മതി, ഇങ്ങനെ ഒരു തലയിരിക്കുന്ന, അപ്പോൾ ഒരു മുടി ഇങ്ങനെ ഇരിക്കും, മൊത്തം ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഭയങ്കര മണവും ഒക്കെ ആയിരുന്നു. മണം ആരെങ്ങനെ ഇങ്ങനെ മൊത്തം ഇങ്ങനെ കെട്ടിയിട്ടേ മണവും കോൺക്രീറ്റ് ചെയ്ത പോലെ തല മൊത്തം ഇങ്ങനെ പൊതിഞ്ഞിരിക്കുക. ഞങ്ങൾക്ക് തന്നെ ഇതായിരുന്നു, ഭയങ്കര വിഷമമായിരുന്നു. ഇവൻ്റെ ഈ തന്നെയല്ല മോന് പഠിക്കാനുള്ള ആ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ധ്യാനം ആലപ്പുഴയിൽ വരുന്നത്.
ആലപ്പുഴ കത്തീഡ്രൽ പള്ളിയിൽ, പള്ളിയിൽ ആലപ്പുഴ കൺവെൻഷൻ അഭിഷേകത്തിന് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. ഞാനും വൈഫും മോനുമായിട്ട് 5 ദിവസം ഞങ്ങൾ വന്ന് കൂടി. അച്ഛനെ കൊണ്ട് തലയ്ക്ക് പിടിപ്പിച്ച് പ്രാർത്ഥിച്ച്. പിന്നെ ഞങ്ങൾ പാലക്കാട് വന്നു. പക്ഷെ അച്ഛനെ കാണാൻ പറ്റിയില്ല, സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അങ്ങനെ ഇവർ സാക്ഷി പറയാൻ വേണ്ടി പാലക്കാട് വരെ വന്നു. പക്ഷെ അച്ഛനെ അന്ന് കാണാൻ പറ്റില്ല, അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അച്ഛൻ തലയെ വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മുടി വന്നതും. നോക്കിയേ, നല്ല മുടി, നല്ല തല ഒക്കെ ദൈവം കൊടുത്ത്. മകനെ, കുട്ടിയെ, അല്ലേ ഈ കുട്ടീനൊക്കെ ഇതുണ്ടോ, നല്ല മുടി, നല്ല തല, നമുക്ക് ഇത്രയും നല്ല തല ദൈവം അങ്ങോട്ട് കൊടുത്തു. ദൈവം അത് ആ ആലപ്പുഴ കൺവെൻഷനിൽ വന്ന് ഇങ്ങനെ തലയെ കൈ വെച്ചു. മുടി ആ കോൺക്രീറ്റ് ചെയ്ത അവസ്ഥ കംപ്ലീറ്റ് മാറി. മറ്റേതൊരു മണവും ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ, മുടിയൊന്നും ചീകാൻ പറ്റില്ല, ചീപ്പ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ആ ചീകം കഴിയുമ്പോൾ മൊത്തം ഇങ്ങനെ 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 പൊളിഞ്ഞ് ഈ നമ്മൾ ടാറ് പൊളിഞ്ഞ് പോരണ മാതിരി പൊളിഞ്ഞിങ്ങ് പോരും. തലേന്ന് ചീകാൻ പറ്റില്ലായിരുന്നു. അത് കുട്ടിക്ക് മനപ്രയാസം, കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഇതായിരുന്നു കുട്ടിയുടെ സ്ഥിതി. മോൻ്റെ പേര് പറഞ്ഞ്, മോനെ അത് മൈക്ക് കൂടെ ഒന്ന് പറഞ്ഞ്, മോൻ മൈക്ക് തിരി താത്തി കൊടുത്തേ. മോൻ്റെ പേരെന്താ? എമ്മാനുവേൽ അല്ലേ? എമ്മാനുവേലിൻ്റെ തലേ നേരത്തെ ബുദ്ധിമുട്ടായിരുന്നു. നേരത്തെ എന്തായിരുന്നു ബുദ്ധിമുട്ട്? തല മൊത്തം എന്തായിരുന്നു? താരം വന്നിങ്ങനെ മൂടിയിരിക്കുകയായിരുന്നോ? പിന്നെ അതൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മാറിയോ? എങ്ങനെയാണ് മാറിയത്? കംപ്ലീറ്റ് പോയി, ഇപ്പം ഒന്നുമില്ല, ആ മണമൊന്നുമില്ല. നിനക്ക് ആദ്യത്തെ സങ്കടമൊക്കെ മാറിയോ? അച്ഛൻ്റെ പ്രോഗ്രാം ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണും. മോനാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ആകുമ്പം ഒരു 8 മണി ആകുമ്പോൾ തൊട്ട് മോൻ പറയും, എല്ലാവരും വന്ന് കഞ്ഞി കല കടച്ച് വെക്കുക, നമുക്ക് അഭിഷേകനെ കണ്ടിട്ട് മതി എന്ന് പറഞ്ഞ് ആ അഭിഷേകനെ കാണാൻ വേണ്ടി അല്ലേ മോൻ നോക്കി. അവൻ ആദ്യത്തെ കാര്യം ഓർക്കുമ്പോൾ തന്നെ അവന് കണ്ണുകൾ നിറഞ്ഞ് വെള്ളം ഒഴുകാൻ തുടങ്ങി. അത്രയും സങ്കടകരമായ ഒരു സ്ഥിതിയായിരുന്നു അവൻ്റെ സ്ഥിതി. ചീപ്പ് തലയിൽ വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലഡ് വന്നിരിക്കും. സ്കൂളിൽ പോകുമ്പോൾ മറ്റു കുട്ടികളൊക്കെ തല ചീകി പോകുമ്പം ഇവന് തല ചീകി പോകാൻ പറ്റില്ല. അത്രയും ആ ഓർക്കുമ്പം തന്നെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. പഴയതൊന്നും ഓർത്ത് പോയതാ അല്ലേ? ദൈവം അനുഗ്രഹിച്ച് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇതേപോലെ ഓരോ കുട്ടികളെയും ഈശോ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭ ദൈവത്തിൻ്റെ സഭയാണ്. സഭ ക്രിസ്തുവിൻ്റെ സഭയാണ്. 797 ഖണ്ഡിക പഠിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവ് സഭയെ സജീവനായ ദൈവത്തിൻ്റെ ആലയമാക്കുന്നു. സഭയ്ക്കാണ് ദൈവത്തിൻ്റെ കൃപ നൽകപ്പെട്ടിരിക്കുന്നത്. ആത്മാവ് എവിടെയുണ്ടോ അവിടെ സഭയും സർവ്വ കൃപാവരങ്ങളുമുണ്ട്. ഓരോ വിശ്വാസിയും കർത്താവിൻ്റെ സഭയോട് ഐക്യത്തിലിരിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവുണ്ട്, അവിടെ സർവ്വ കൃപാവരങ്ങളുമുണ്ട്. ഈ ഒരു കാര്യം അറിയുന്ന ദുഷ്ടപിശാച് എന്നെയും നിങ്ങളെയും വഞ്ചിക്കും, സഭയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. ഈ നിമിഷം പരിശുദ്ധ കുർബാന വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സാത്താൻ്റെ പ്രത്യേക തരത്തിലുള്ള കൗശലത്താൽ ക്രിസ്തുവിൻ്റെ സഭയിൽ നിന്ന് നമ്മുടെ മനസ്സകന്നു പോയി. ഇന്ന് സഭയോട് അടുപ്പം തോന്നുന്നില്ല, താല്പര്യം തോന്നുന്നില്ല, പ്രാർത്ഥനകളിൽ ഹൃദയം തുറക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. പ്രത്യേക തരത്തിലുള്ള ബന്ധനാവസ്ഥയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം 2 കരങ്ങൾ ഉയർത്തി കർത്താവ് യേശുവിന് മുമ്പിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ യേശുവേ, അങ്ങയുടെ സഭയുമായുള്ള ഐക്യത്തിൽ വന്ന് വലിയ അനുഗ്രഹത്തിൻ്റെ സമ്പൂർണ്ണത, കൃപാവരത്തിൻ്റെ സമ്പൂർണ്ണത, ദൈവാനുഗ്രഹങ്ങളുടെ വലിയ ഉറവ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒഴുകാൻ ഇടവരുത്തണമേ. 2 കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി പിടിക്കാം. എത്ര ഉറക്ക ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്ര ഉറക്കം സ്തുതിക്കുന്നു. ഈ സമയം കർത്താവിൻ്റെ സഭയിലൂടെ സർവ്വ മക്കളുടെ മേലും ജനപദങ്ങളുടെ മേലും കൃപാവരങ്ങൾ വർഷിക്കപ്പെടുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ കർത്താവ് ഇടവരുത്തുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നീറുന്ന വേദനകൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. കുട്ടികൾ അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ണുനീര് സമർപ്പിക്കുക. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു.
ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. എല്ലാ അവിശ്വാസങ്ങളുടെ മേലും കർത്താവിന്റെ കൃപ വ്യാപരിക്കട്ടെ. പിശാചിന്റെ എല്ലാ കൗശലങ്ങളും തകരട്ടെ. എല്ലാ അനൈക്യങ്ങളും വിട്ടുമാറി പോകട്ടെ. കുടുംബങ്ങളിലേക്ക് പ്രകാശം നിറയട്ടെ. സാത്താന്റെ കോട്ടകൾ തകരട്ടെ. അന്ധകാര ബന്ധനങ്ങൾ തകരട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ.